കുരുന്നുകൾക്ക് ഇഷ്ടഭക്ഷണം ഒരുക്കി ആദ്യ ദിനം അടിപൊളിയാക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾ. പകൽ വീട് അവർക്ക് ഒത്തുകൂടാനും സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ട് പകൽ വീട് നന്നായി കഞ്ഞിക്കുഴി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എല്ലാ വിഭാഗം ആൾക്കാരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിപ്പോൾ നിസ്സാരമായ ആരുമൊന്നും കാണണ്ട. കാര്യം ഒരുപാട് പണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയായ അംഗനവാടികൾക്ക് നൽകിക്കൊണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയാൻ കഴിയില്ല, കുഞ്ഞുങ്ങളെ അവരുടെ മാനസിക വളർച്ചയുണ്ടാക്കുന്ന ഒരു കേന്ദ്രമായി അംഗനവാടികളെ മാറ്റുകയാണ്. അംഗനവാടികളിൽ എത്തുന്ന കുഞ്ഞുങ്ങൾ പണ്ട് കരഞ്ഞും കൂടിയും ബഹളം ഉണ്ടാക്കിയാണ് വന്നിരുന്നെങ്കിൽ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി അംഗനവാടികളിലേക്ക് വരികയാണ്. ഇവിടെ കളിക്കാനും ചിരിക്കാനും അവർക്ക് മാനസിക ഉല്ലാസം നടത്തുവാനും ഉതകുന്ന ഉപകരണങ്ങളെല്ലാം നമ്മുടെ അംഗനവാടികളിലേക്ക് പഞ്ചായത്തും നമ്മുടെ സംസ്ഥാന സർക്കാരും എല്ലാം വാങ്ങി നൽകുകയാണ്. എന്തായാലും അംഗനവാടികളുടെ മുഖം മാറിയിരിക്കുന്നു. അത് കേരളത്തിലെ സർക്കാരിൻ്റെ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച അന്തരീക്ഷം ഒരുക്കണമെന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നയമാണെന്നുകൂടി മനസ്സിലാക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവേശനോത്സവം എന്തുകൊണ്ടും ഏറ്റവും ഭംഗിയോടുകൂടി, ഏറ്റവും ചിട്ടയായി, ഏറ്റവും ആകർഷകമായി നമുക്ക് ഈ പ്രവേശനോത്സവം ഇന്നിവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലെ ആദ്യ ദിനം കുഞ്ഞുങ്ങളുടെ ഇഷ്ടഭക്ഷണത്താൽ സമൃദ്ധമായി. ലഡുവും ജിലേബിയും മിഠായിയും പായസവും ബിസ്ക്കറ്റിനുമൊക്കെ പുറമെ മുട്ട ബിരിയാണിയും ഒരുക്കിയിരുന്നു. ആഴ്ചയിൽ 4 ദിവസം മുട്ടയും പാലും റാഗി കുറുക്കും നൽകുന്നുണ്ട്. തിങ്കളാഴ്ച ചോറും സാമ്പാറും, ചൊവ്വാഴ്ച ചോറും പച്ചടിയും, ബുധൻ വെള്ളി പരിപ്പും പപ്പടവും, വ്യാഴാഴ്ചയും ശനിയാഴ്ചയും പയർത്തോരനുമാണ് ഇപ്പോഴത്തെ ഭക്ഷണ മെനു. നാടൻ പച്ചക്കറികളുടെ തോരനും നൽകാറുണ്ട്. കുഞ്ഞുങ്ങളുടെ മാനസിക ശാരീരിക വളർച്ചകൾ പരിശോധിക്കുന്ന പദ്ധതികളും വിജയകരമായി കഞ്ഞിക്കുഴിയിലെ അംഗൻവാടികളിൽ നടക്കുന്നുണ്ട്. 160 കുഞ്ഞുങ്ങളാണ് ഇത്തവണ 30 അംഗൻവാടികളിലായി പ്രവേശനം നേടിയത്. കഞ്ഞിക്കുഴി 16-ാം വാർഡിലെ 39-ാം നമ്പർ അംഗൻവാടിയിൽ അധ്യാപികമാരായ ബിന്ദുവും ഉഷയും ചേർന്നാണ് ബിരിയാണി തയ്യാറാക്കിയത്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഉറപ്പായും ഇവിടെ ബിരിയാണി ഉണ്ടാകുമെന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ പറഞ്ഞു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബൈരഞ്ജിത്ത്, സെക്രട്ടറി ടി.എഫ്. സെബാസ്റ്റ്യൻ, വാർഡ് വികസന സമിതി കൺവീനർ ഷാജി കെ അവിട്ടം, അയൽക്കൂട്ടൻ കൺവീനർ സി സത്യൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നമുക്കറിയാലോ, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മുടെ പഠിത്തത്തിൻ്റെ ആദ്യ കാലത്ത് നമ്മൾ കൊണ്ടുവരുന്ന സ്ഥലമാണ് അംഗനവാടി. അവർക്കൊന്നും അറിയത്തില്ല. കാരണം അവരുടെ ആ ഓട്ടോ കളിയും ചിരിയും, കാരണം ഇവിടെ വന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു അന്തരീക്ഷവും ഇതെല്ലാമാണ് അവരെ നമ്മളെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അവർ നേരത്തെ ആദ്യം വരുമ്പോഴേ തന്നെ നല്ല അട്രാക്ഷനായിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ, കാരണം പിള്ളേർക്ക് കാണുമ്പോഴേ അറിയാം പണ്ടത്തെ ഉള്ള അംഗനവാടികളല്ല ഇന്നിപ്പോൾ. കാരണം അവർക്ക് കളിക്കാനും ഒത്തിരി കാര്യങ്ങളും, കാരണം അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടിയിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നേരത്തെ നമുക്കിങ്ങനെ ടാഗൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് ടാഗ്, പിള്ളേർക്ക് ടാഗൊക്കെ, കാരണം സ്കൂളിലൊക്കെ ഇപ്പോൾ ടാഗ് ഉണ്ടല്ലോ എല്ലാവർക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ ടാഗ്, അതുപോലെ തന്നെ അവർക്ക് ഈ അധ്യയന വർഷത്തിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ അംഗനവാടികളിലും ഇല്ല, പക്ഷേ നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ വാർഡ് മെമ്പർ വിചാരിച്ച് ആരൊക്കെയോ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത് ബാഗായി, ബുക്കായി, പേനയായി, പെൻസിലായി എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് നമുക്ക് അതാത് വർഷം നല്ല രീതിയിൽ എല്ലാവർക്കും കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുക.